ഹായ് മക്കളെ, ഒരുപാട് മക്കൾ നമ്മളോട് ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്, സാറേ ഓർഗാനിക് കെമിസ്ട്രി എങ്ങനെ ഞങ്ങൾക്ക് പഠിക്കാം? ഒരു 90% കുട്ടികളും പൊതുവേ ടഫായിട്ട് കെമിസ്ട്രിയിൽ കാണുന്ന ഒരു വിഭാഗമാണ് ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ബ്രാഞ്ച് ഒരുപാട് ആളുകൾക്ക് ടഫാണ്. സാർ ഓർഗാനിക് കെമിസ്ട്രി എനിക്കറിയില്ല, ഞാൻ എങ്ങനെ അതിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യും, അല്ലെങ്കിൽ എങ്ങനെയാണ് ഓർഗാനിക് കെമിസ്ട്രിയിലെ നെയിമിങ് ചെയ്യുക, എന്താണ് ഐസോമറിസം, ഓർഗാനിക് കെമിസ്ട്രിയിലെ റിയാക്ഷൻസ് ഒരുപാടുണ്ടല്ലോ, എങ്ങനെ പഠിക്കും എന്നുള്ളതാണ്. എടാ മക്കളെ, ആദ്യം നിങ്ങൾ ഓർഗാനിക് കെമിസ്ട്രിയുടെ ഇമ്പോർട്ടൻസ് ഒന്ന് മനസ്സിലാക്കണം. +1 മക്കൾക്ക് 2 ചാപ്റ്ററും +2 നിങ്ങൾക്ക് 5 ചാപ്റ്ററും ഓർഗാനിക് കെമിസ്ട്രിയാണ്. +2 ഈ 5 എക്സാക്റ്റ് ആയിട്ട് 4 ചാപ്റ്ററാണ് വരുന്നത്. ലാസ്റ്റ് ചാപ്റ്റർ ബയോമോളിക്യൂൾസും ഓർഗാനിക്കിൽ പെട്ട ഒരു ചാപ്റ്റർ തന്നെയാണ്. അപ്പോൾ +1 2 ചാപ്റ്ററും +2 5 ചാപ്റ്ററും ടോട്ടൽ 7 ചാപ്റ്ററാണ് മക്കൾക്ക് +1 +2 ഒരുമിച്ച് ഓർഗാനിക് കെമിസ്ട്രിയിൽ വരുന്നത്. അപ്പോൾ ഈ ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്നത് ഒരുപാട് കോമൺ ആയിട്ടുള്ള +1 +2 പഠിക്കുന്ന മക്കൾക്ക് കോമൺ ആയിട്ട് വരുന്ന ഒരു ഡൗട്ടാണ്, സാറേ ഓർഗാനിക് കെമിസ്ട്രി എന്നെ കൊണ്ട് പഠിച്ചിട്ട് പറ്റുന്നില്ല, അല്ലെങ്കിൽ ഞാൻ പഠിക്കുന്ന ഓർഗാനിക് കെമിസ്ട്രി പഠിക്കുന്നുണ്ട് പക്ഷെ എക്സാമിന് വരുമ്പോൾ എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നില്ല. മക്കളെ, അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വളരെ പ്രധാനമായിട്ടും ചെയ്യേണ്ട ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് കാര്യങ്ങളാണ് സാറ് പറയുന്നത്. എടാ, ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് മക്കള് ബേസ് നന്നായിട്ട് വേണം. ഓർഗാനിക് കെമിസ്ട്രിയുടെ ഒരു പ്രശ്നം അതാ, ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് പഠിക്കുന്ന പോലല്ല, ഓർഗാനിക് കെമിസ്ട്രി പഠിക്കുന്ന സമയത്ത് മക്കൾക്ക് നന്നായിട്ട് ബേസ് ഉണ്ടായിരിക്കണം. ഏതാണോ നിങ്ങൾ പഠിക്കുന്നത് എന്നുള്ളതൊരു ബോധം മാത്രം പോരാ, അതിൻ്റെ ഒരു ബേസ് നന്നായിട്ട് നിങ്ങൾ എന്താണ് ഓർഗാനിക് കെമിസ്ട്രി, അതിൻ്റെ നെയിമിങ്ങിൻ്റെ ബേസിക്, അതായത് കാർബണിൻ്റെ എണ്ണത്തിനനുസരിച്ച് പേര് കൊടുക്കുക, മെത്ത് എത്ത് പ്രൊപ്പൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു ബേസിക് ആയ ഐഡിയ സ്ട്രോങ് ആണെങ്കിൽ പിന്നീട് ഓർഗാനിക് കെമിസ്ട്രി ഇങ്ങോട്ട് എളുപ്പമായിരിക്കും. അപ്പോൾ ആദ്യം 10th ക്ലാസ്സിൽ അല്ലെങ്കിൽ 10th ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ ബേസിക്സ് സ്ട്രോങ് ആയിരിക്കണം, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ട്രിക്കുകൾ നന്നായിട്ട് അറിഞ്ഞിരിക്കുക. അതായത് ഓർഗാനിക് കെമിസ്ട്രി നമ്മൾ ഡീപ്പായിട്ട് ഒരുപാട് ഡെഫിനിഷൻ ഒന്നും നമുക്ക് പഠിക്കാനില്ല, ചെറിയ ചെറിയ ട്രിക്കുകളിലൂടെയാണ് നമ്മൾ ഓർഗാനിക് കെമിസ്ട്രി പഠിക്കുക. അപ്പോൾ അത്തരത്തിലുള്ള ട്രിക്കുകൾ ഉപയോഗിച്ച് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ ശ്രമിച്ചാൽ ഓർഗാനിക് കെമിസ്ട്രി മക്കളെ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. രണ്ടാമത്തെ കാര്യം എന്താ മക്കളെ? ട്രിക്ക് ഉപയോഗിച്ച് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. മൂന്നാമത്തെ കാര്യം, ഓർഗാനിക് റിയാക്ഷൻസ് നന്നായിട്ട് പഠിക്കണം. എടാ, ഓർഗാനിക് കെമിസ്ട്രിയിൽ ശരിക്കും നിങ്ങൾക്ക് 2 ടൈപ്പ് ചോദ്യങ്ങളാണ് ഉണ്ടാവുക. ഒന്നെങ്കിൽ നെയിമിങ് ഐസോമറിസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും, അല്ലെങ്കിൽ +2 ഒക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം അധികം ഉള്ളത് റിയാക്ഷൻസ് ആണ്. ഓർഗാനിക് കെമിസ്ട്രിയിലെ റിയാക്ഷൻസാണ്. ഈ റിയാക്ഷൻസ് പഠിക്കുമ്പോൾ ഒരുപാട് മക്കൾക്ക് വരുന്ന പ്രശ്നം, ആ റിയാക്റ്റൻറ്റും പ്രോഡക്റ്റും അതിൽ യൂസ് ചെയ്യുന്ന റിയേജൻറ്റുകൾ ഏതൊക്കെയാണ് എന്നുള്ളതൊന്നും മക്കൾക്ക് അറിയുന്നുണ്ടാവില്ല എന്നല്ല, മറന്നു പോകും. അപ്പം മറന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, റിയാക്ഷൻസ് നന്നായിട്ട് എഴുതി പഠിക്കുക. ഒരിക്കലും വായിച്ച് ഓർഗാനിക് കെമിസ്ട്രി പഠിക്കരുത്. ഓർഗാനിക് കെമിസ്ട്രിയിലെ ഏതൊരു ചാപ്റ്ററും മക്കൾ പഠിക്കുന്നുണ്ടെങ്കിൽ ആ പഠിക്കുന്ന ചാപ്റ്ററുകൾ നിർബന്ധമായിട്ടും ഒരു പെന്നും പേപ്പറും എടുത്ത് എഴുതി വെക്കണം. എഴുതി വെച്ച് പഠിച്ചാൽ മാത്രമേ ഓർഗാനിക് കെമിസ്ട്രി മറക്കാതിരിക്കുള്ളൂ. എല്ലാ മക്കൾക്കുള്ള പ്രശ്നം എന്താ അറിയോ? ഓർഗാനിക് കെമിസ്ട്രി പഠിക്കുമ്പോൾ നന്നായിട്ട് മനസ്സിലാവും, മറ്റു ചാപ്റ്ററിനേക്കാളൊക്കെ ഓർഗാനിക് കെമിസ്ട്രി പെട്ടെന്ന് പഠിയും. പക്ഷെ വിഷയം എന്താ? പഠിച്ച കാര്യങ്ങൾ ഒരു 2 മണിക്കൂറോ അല്ലെങ്കിൽ അടുത്ത ദിവസം ആകുമ്പോഴത്തേന് പഠിച്ച കാര്യങ്ങൾ മറക്കുക. സാർ ഞങ്ങൾക്കിത് ചെയ്യാൻ പറ്റുന്നില്ല, എന്താ കാരണം? എടാ, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാ, നന്നായിട്ട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഓർഗാനിക്കിൻ്റെത് ഇങ്ങോട്ട് എടുത്തു വെക്കുക. ഏതെങ്കിലും ഗൈഡ് ഉപയോഗിക്കാം, ഇനി അല്ല ഓൺലൈനിൽ ഇഷ്ടം പോലെ കിട്ടാനുണ്ട്. മക്കൾ അത് എടുത്തു വെച്ചിട്ട് നന്നായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് പഠിക്കുക. എടാ, റിയാക്ഷൻസ് ഒക്കെ ഹൈ ലെവൽ ക്വസ്റ്റ്യൻസാണ് ചോദിക്കാറുള്ളത്. ഓർഗാനിക് കെമിസ്ട്രിയിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ച് ഡീപ്പായിരിക്കും, കുറച്ച് പ്രോബ്ലമാറ്റിക് സ്കില്ല് വേണ്ടി വരും. അതായത് മാത്സിലൊക്കെ പോലെ ഒരു റിയാക്ഷൻ തന്നിട്ട് ചിലപ്പോൾ ഒരു റിയാക്ഷൻ നേരിട്ട് ചെയ്യാൻ പറ്റൂല, വേറൊരു റിയാക്ഷനുമായിട്ട് അതിന് കണക്ഷൻ ഉണ്ടാവും. അപ്പോൾ പഴയ ചാപ്റ്ററൊക്കെ ആവശ്യം വരും. അതുകൊണ്ടാണ് പറയുന്നത്, നന്നായിട്ട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. എങ്ങനെ ക്വസ്റ്റ്യൻസ് വരുന്നു, ഏത് രീതിയിൽ ക്വസ്റ്റ്യൻസ് വരുന്നു എന്നുള്ളത് മക്കൾ നന്നായിട്ട് മനസ്സിലാക്കിയാലേ ഓർഗാനിക് കെമിസ്ട്രിയിലെ ഒരു പ്രോബ്ലം നിങ്ങളെ കൊണ്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റൂ. അപ്പം ആ രീതിയിൽ ഞാൻ ഈ പറഞ്ഞ 4 കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വെൽ പ്രാക്ടീസോട് കൂടി മാത്രം ഓർഗാനിക് കെമിസ്ട്രി പഠിക്കുക. എടാ, വലിയ സംഭവമൊന്നുമല്ല, സിമ്പിളായ കാര്യങ്ങളാണ്. ബേസിക്സ് നന്നായിട്ട് പഠിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഓർഗാനിക്കിനൊരു പ്രശ്നം അതാണ്, ബേസിക് അറിയാതെ ഒരു പ്രോബ്ലം ചെയ്യാൻ നിന്നാൽ പഠിയൂല. PYക്ക് നേരെ എടുത്ത് അങ്ങോട്ട് വായിച്ച് ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്താൽ കിട്ടും, അങ്ങനെയല്ല. ബേസിക്സ് പഠിച്ചിട്ട്
പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. പ്രാക്ടീസ് ചെയ്ത് നമ്മൾ പെർഫെക്റ്റ് ആവണം ഓർഗാനിക് കെമിസ്ട്രിയിൽ. അപ്പം മക്കളെ ആ രീതിയിൽ തന്നെ ഓർഗാനിക് കെമിസ്ട്രി പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് തന്നെ പഠിക്കണം. ഇനി ഭാവിയിൽ ഇപ്പോൾ +1 +2 മാത്രമല്ല, നിങ്ങൾ ഇനി പഠിക്കുന്ന ഭാവിയിലൊക്കെ നിങ്ങൾക്ക് കെമിസ്ട്രി ബ്രാഞ്ച് നിങ്ങൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ ഓർഗാനിക് കെമിസ്ട്രി മസ്റ്റാണ്. അപ്പം അത് ആ രീതിയിൽ തന്നെ പ്രയോറിറ്റി കൊടുത്ത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ മക്കൾ നന്നായിട്ട് വർക്കൗട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത്, ഞാൻ പറഞ്ഞു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒരുപാട് കിട്ടും. CBSE മക്കൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് കിട്ടും. അത് നന്നായിട്ട് വർക്കൗട്ട് ചെയ്ത് കണ്ടന്റ് പഠിച്ചിട്ട് വർക്കൗട്ട് ചെയ്യാൻ പാടുള്ളൂ. നേരെ PYQ നോക്കി എക്സാമിന് പോണ പരിപാടി ഓർഗാനിക്കിൽ നടക്കൂല. അപ്പം അതുകൊണ്ട് ആ രീതിയിൽ പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് മക്കൾ ഓർഗാനിക് കെമിസ്ട്രി അടിപൊളിയായിട്ട് പഠിക്കുക.